ഉൽപ്പന്നങ്ങളുടെ ചില്ലറ വിൽപ്പന നിർണയം കൂടുതൽ സുതാര്യമാക്കാൻ MRP സംവിധാനത്തിൽ പുനഃക്രമീകരണം വരുത്തിയേക്കും. ഈ കാര്യം കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിലാണെന്നാണ് റിപ്പോർട്ടുകൾ. എന്താണ് MRP? MRP എന്നാൽ പരമാവധി വിൽപ്പന വില അല്ലെങ്കിൽ മാക്സിമം റിട്ടെയിൽ പ്രൈസ് എന്നാണ്. ഒരു ഉൽപ്പന്നത്തിന്റെ പാക്കറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഏറ്റവും ഉയർന്ന വിലയാണിത്. ഈ വിലയിൽ കൂടുതൽ ഈടാക്കാൻ പാടില്ല എന്നാണ് നിയമം. ഉൽപ്പാദകർ അല്ലെങ്കിൽ വിതരണക്കാർ അവരുടെ ഉൽപ്പന്നങ്ങളുടെ വില നിർണ്ണയിക്കുമ്പോൾ ഉൽപ്പാദന ചിലവ്, വിപണന ചിലവ്, ലാഭവിഹിതം എന്നിവയെല്ലാം പരിഗണിച്ചാണ് MRP തീരുമാനിക്കുന്നത്. ഉപഭോക്താക്കൾക്ക് അമിത വില ഈടാക്കുന്നത് തടയാൻ വേണ്ടിയാണ് MRP എന്ന ആശയം. പല രാജ്യങ്ങളിലും MRP നിയമപരമായി നിയന്ത്രിക്കപ്പെട്ടിട്ടുണ്ട്. കൃത്യത, അളവുകൾ, ലേബൽ എന്നിവ നിയന്ത്രിക്കുന്നതിനുള്ള അധികാരമാണ് 2009 ലീഗൽ മെട്രോളജി നിയമപ്രകാരം ഉപഭോക്തൃ വകുപ്പിനുള്ളത്. വില നിർണ്ണയത്തിനുള്ള വ്യവസ്ഥകൾ നടപ്പാക്കാനുള്ള അധികാരമില്ല. മിക്കവാറും വികസിത രാജ്യങ്ങളിൽ MRP സംവിധാനമില്ല. വിപണിയാണ് അവിടെ വില നിശ്ചയിക്കുന്നത്. സർക്കാരിന്റെ വില നിയന്ത്രണമുള്ള ആവശ്യ വസ്തുക്കൾക്കൊഴികെ ഇവിടെ വില തീരുമാനിക്കുന്നത് നിർമ്മാതാവാണ്. റീറ്റെയിൽ കച്ചവടക്കാർക്ക് ലേബലിൽ അച്ചടിച്ചിരിക്കുന്ന പരമാവധി വില ഈടാക്കാൻ നിലവിൽ കഴിയും. MRP എങ്ങനെയാണ് നിശ്ചയിച്ചിരിക്കുന്നതെന്ന് നിർമ്മാതാക്കൾ വിശദീകരിക്കേണ്ടതുമില്ല. ഒരു ഉൽപ്പന്നത്തിന് 5000 രൂപ MRP ഉള്ളപ്പോൾ 50% കിഴിവിൽ 2500 രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിൽ അത്രയും ഉയർന്ന തുക എന്തിനാണ് ടാഗിൽ നൽകുന്നതെന്ന ചോദ്യമുയരുന്നു. നിർമ്മാണ വിതരണ ചിലവുകളോടൊപ്പം നിശ്ചിത ശതമാനം മാർജിനും എന്ന കാഴ്ചപ്പാടാണ് അനുയോജ്യമെന്ന വിലയിരുത്തലുമുണ്ട്. അതേസമയം നിലവിലെ സംവിധാനത്തിൽ മാറ്റം ആവശ്യമില്ലെന്നാണ് വ്യവസായ പ്രതിനിധികൾ ആവശ്യപ്പെടുന്നത്. ഉൽപ്പന്നങ്ങളുടെ വില കുത്തനെ ഉയർത്തുന്നത് തടയുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെങ്കിലും വില നിർണ്ണയ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുമെന്നും ആരോപണമുണ്ട്.